ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ജോലിക്കൊന്നും പോകുന്നില്ല. ഇന്ന് വെറുതെ ഇരുന്ന് സമയം കളയണം. അപ്പോഴാണ് എനിക്ക് മനസ്സിനും തലയ്ക്കൊക്കെ ഒരു സുഖം കിട്ടുള്ളൂ. കഴിഞ്ഞ 4 ദിവസം അടുപ്പിച്ച് ജോലിക്ക് പോയി. 4 കഴിഞ്ഞ ആഴ്ച പരീക്ഷ കഴിഞ്ഞ വെള്ളിയാഴ്ച തൊട്ട് ഇന്നലെ വരെ എല്ലാ ദിവസവും ജോലിക്ക് പോയി. അതായത് ഒരു 6 ദിവസം ജോലിക്ക് പോയി. ഇന്നും കൂടി ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ശനി ഞായർ എന്തായാലും പോകണം. അപ്പോൾ ഇന്ന് ഞാൻ പോകണ്ടെന്ന് വെച്ചു. ഇന്ന് വെറുതെ ഇരുന്ന് സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നു കാലത്ത് തൊട്ട്. എണീറ്റപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 1:30 ആയിട്ടുണ്ട്. നല്ല അടിപൊളി കാലാവസ്ഥ. പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. എന്താണെന്നറിയില്ല, ഇന്നലെ ഞാൻ വന്ന് കുറച്ച് നേരം ഇരിക്കാൻ നിന്നിരുന്നു. പക്ഷെ കുറേ നേരം ഇരുന്നു. ഇന്നിപ്പോൾ കാലത്ത് ഉറക്കത്തിൽ നിന്നിട്ടപ്പോഴായാലും ശരി ഇവിടെ ഒന്നിരിക്കുന്നു. ഒരു പ്രത്യേക സുഖം. സമയം ഇങ്ങനെ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കടലിലേക്കൊക്കെ നോക്കിയിരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമില്ല. വെള്ളം ഇങ്ങനെ തിരമാല വരുമ്പോൾ നമ്മളിങ്ങനെ സമയം പോകണമെന്ന് അറിയാണ്ടിരിക്കുന്നൊരവസ്ഥയില്ലേ? അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ആകാശത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ. ഈ മേഘങ്ങൾ ഇങ്ങനെ പയ്യെ 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 നീങ്ങി പോവില്ലേ? അത് നോക്കിയിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സമയം കളയുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും തലയ്ക്കും എല്ലാ സംഭവങ്ങൾക്കും ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രയോറിറ്റി സംഭവം. അതേപോലെ തലയ്ക്ക് ഇത്തിരി ശാന്തതയും അതിൻ്റെ കൂടെ നല്ലൊരു ആംബിയൻസ് കൂടി കിട്ടിയതിൻ്റെ പേരിൽ നല്ല സുഖം. ഇന്നും കൂടി വേണമെങ്കിൽ എനിക്ക് ജോലിക്ക് പോകാമായിരുന്നു. പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടാ. പോയാൽ കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും അവിടെ ചെയ്ത് സമയം കളഞ്ഞാൽ മതി. പക്ഷേ കുറച്ച് നേരം നമ്മൾ നമ്മുടെ മേത്തും കൂടി സമയം ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ. ആ സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എല്ലാ ദിവസവും ജോലിക്കും. മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ എന്തപ്പോൾ തുറന്നിട്ടിലും വരെയൊക്കെ മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ 30 ദിവസം ജോലിക്ക് പോകുന്ന ആളായിരുന്നു. ഇപ്പം അത്രയ്ക്കില്ല, 6 ദിവസം മാക്സിമം. അടുത്ത ആഴ്ച ഇനി പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും ദിവസം പോയാൽ. അല്ലെങ്കിൽ ഇതും പോയില്ല, വീക്കെൻഡ് മാത്രം പോയാനെ. എന്തെങ്കിലും ആവട്ടെ. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടികൾ പല്ല് തേക്കണം, അത് കഴിഞ്ഞൊന്ന് തുണി അലക്കാൻ പോകണം, അത് കഴിഞ്ഞൊരു ചിക്കൻ കറി പാസ്സാക്കണം. ചിക്കൻ എടുത്ത് ഞാൻ എണീറ്റപ്പോൾ തന്നെ പുറത്തേക്ക് വെച്ചു. പിന്നെ ഗാർബേജ് കളയണം. അങ്ങനെ ഫാമിലി അല്ല, വീട്ടിലെ പരിപാടികൾ. അതാണ് ഇന്നത്തെ പരിപാടികൾ. കോഴീനെ ഞാൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസം മേടിച്ചത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവനും കൂടി ഇനി വറുത്ത് കറി ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. അങ്ങനെ ആകുമ്പോൾ വേഗം കേടാവില്ല, സേഫാണ്. കാരണം ഇന്നാണ് ഈ ചിക്കൻ്റെ എക്സ്പയറി. അതുകൊണ്ടാണ് ഇന്ന് തന്നെ തിരക്ക് പിടിച്ചുണ്ടാക്കണം. ഈവൻ ദോ വി ഹാവ് ദ ലാസ്റ്റ് എമൗണ്ട് ഓഫ് പയറ് കറി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. അതാണ് നമ്മുടെ പരിപാടി. ചിക്കൻ കറിക്കുള്ള സവോള കാര്യങ്ങളൊക്കെ മുറുക്കി കഴിഞ്ഞിട്ട് തുണി അലക്കാൻ പോകണം. തുണി അലക്കി കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികൾ. ബെഡ്ഷീറ്റ് ഞാൻ എണീറ്റപ്പോൾ തന്നെ മാറ്റി. ഒരെണ്ണത്തിൽ മാറ്റണം. അത് ഇനി ഉണങ്ങി കിട്ടിയാലേ മാറ്റാൻ പറ്റൂ. അപ്പം അതിലെ മാറ്റി ഇതിലെ മാറ്റണം. ഞാൻ എന്തുകൊണ്ട് 2 കട്ടിലുമ്പോൾ കിടക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റ ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, വേറെ റൂംമേറ്റില്ലല്ലോ. അപ്പോൾ എന്തിനാണ് ഇത്രയും സ്പേസ് ഇങ്ങനെ 2 അറ്റത്തായിട്ട് ഇടണേ? അതിന് പകരം ഇങ്ങനെ അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ എനിക്ക് വിശാലമായിട്ട് അങ്ങോട്ട് കിടക്കാം. അതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. അത്രയൊക്കെ ഉള്ളൂ. ഇനി വൈകുന്നേരം ബിദ്രോങ്കെ പോകണം, സാധനങ്ങൾ മേടിക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ. ഇന്നലെ മേടിക്കണം എന്ന് വെച്ചാൽ, പക്ഷെ ഇന്നലെ ആ ഒരു മനസ്സില്ലായിരുന്നു മേടിക്കാൻ. ഇന്ന് നമ്മൾ പോയി മേടിക്കും. കാരണം അടുത്ത ആഴ്ച നമ്മൾ പോകണ സമയത്ത് നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് സാധനങ്ങൾ വേണം. കാരണം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ ചെറുതായിട്ട് പട്ടിണി കിടന്നൊരു അവസ്ഥയായിരുന്നു. പിന്നെ അവിടെ കടകളും വലിയ രീതിയിലില്ല. അപ്പോൾ ഇത്തവണ നമ്മളൊന്ന് മൊത്തത്തിൽ പ്ലാൻ ചെയ്ത് കുട്ടപ്പനാക്കിയിട്ട് എന്തായാലും ബിദ്രോങ്കയിൽ പോയിട്ട് റെഡി ടു ഈറ്റ് സംഭവങ്ങളുണ്ടാവും ഇഷ്ടം പോലെ. അതിന് എന്തെങ്കിലുമൊക്കെ മേടിച്ച് ശാപ്പാടാക്കണം. അതേപോലെ അവിടെ നിന്നും മേടിക്കും, ഇല്ല എന്നല്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. എങ്ങനെ നമുക്കൊന്നും ചെയ്യാതെ സമയം കളയാം. ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെന്തോ മനസ്സ് വേറെ ദിശകളിലേക്ക് പോയി. ഞാൻ അവസാനം ചിക്കൻ ഫ്രൈ ആക്കിയതേ ഇരിക്കണം. വറുത്ത കോഴി എവിടെ വയ്ക്കുക? അവിടെ ഇരിക്കും കൂട്ടാ. കണ്ടോ നിങ്ങൾ? പൊരിച്ച കോഴി നല്ല രസമല്ലേ കാണാൻ? ബട്ടർ ചിക്കൻ ചിലപ്പോൾ ഞാൻ ആക്കും, എൻ്റെ ഒരു മൂഡ് അനുസരിച്ചിരിക്കും. കോഴീനെ എന്തായാലും വറുത്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ അത് ഇത്തിരി കൂടി ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇത്തിരി ടേസ്റ്റ് നോക്കി പകുതി ആയതാണ്. ഇവിടെ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കണു. അപ്പോൾ കോഴി വറക്കുന്നു. ചിലപ്പോൾ കറിയാക്കും, ചിലപ്പോൾ കറിയാക്കില്ല, ഡിപ്പെൻസ്. ചിക്കൻ കൂട്ടി ഞാൻ ഒരു ട്രിപ്പ് ചോറുണ്ടൽ കഴിഞ്ഞു. ഇനിയും ചിലപ്പോൾ കഴിക്കുമായിരിക്കും. ഇന്നെന്തോ വിശപ്പ് ഇത്തിരി കൂടുതലാണ്. പിന്നെ തുണി അലക്കൽ കാലത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വീക്കിലും പരിപാടികളൊക്കെ കഴിഞ്ഞു. മഴ കാത്തിരിക്കുന്നു. മിക്കതും ബിദ്രോങ്കയിൽ പോകുമ്പോൾ ഞാൻ പെടാനാണ് സാധ്യത. ഉണ്ടല്ലേ, മഴക്കാർ കൂടി വരുന്നുണ്ട്. തെറ്റില്ലാത്ത നല്ല കാറ്റുണ്ട്. നമുക്ക് നോക്കാം. അടുത്ത ആഴ്ചയിലത്തെ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഷോപ്പിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബിദ്രോങ്കയിൽ കയറി ആവശ്യത്തിന് തെറ്റില്ലാണ്ട് കയറി ഇറങ്ങി. ഒരാഴ്ച കേടാവാണ്ടിരിക്കുന്ന ഫ്രിഡ്ജോ വേറെ സപ്പോർട്ടുകളും ഇല്ലെങ്കിലും പിടിച്ചു നിൽക്കുന്ന സാധനങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മറ്റേ ഈ ടൈപ്പ് ബൺ മേടിച്ചു. സ്വീറ്റ് ബണ്ണിൻ്റെ പേരെന്താണെന്ന് കൃത്യം ഞാൻ മറന്നുപോയി. ഇങ്ങനത്തെ 2 പാക്കറ്റ് മേടിച്ചു. 2 മേടിക്കുമ്പോൾ ഓഫർ. പിന്നെ നമ്മൾ ക്രൊസാൻഡ് മേടിച്ചു. ഇങ്ങനത്തെ 4 പാക്കറ്റ്.
പിന്നെ എന്തൊക്കെയാണ് മേടിച്ചേ? ചീസ്, പറയാൻ വിട്ട്, പപ്പടം. നമ്മുടെ നാട്ടിലെ പോലത്തെ പപ്പടം അങ്ങ് ബിദ്രോങ്കയിൽ പോളണ്ടിൽ വന്നു, എന്താ പറയണ്ടേ. ഇത് മേടിച്ചു. ടെസ്റ്റ് അടിക്കാൻ മേടിച്ചേക്കുന്നതാണ്. പിന്നെ എന്തിട്ടൊക്കെ മേടിച്ചേ? ജ്യൂസ് ചുമ്മാ പറഞ്ഞ നേരം പോക്കിന് മേടിച്ചു. പിന്നെ ചീസ് മേടിച്ചു. ഇത് സോസേജ്, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഈ സാധനം മേടിച്ചത് എന്താണെന്ന് എൻ്റെ നാക്കിൻ്റെ തുമ്പത്തുണ്ട്, വരുന്നില്ല. ഇത് മേടിച്ചു. പിന്നെ ടോർട്ടില മേടിച്ചു. പിന്നെ കാൻഡ് ഫിഷ് മേടിച്ചു, ട്യൂണയുടെ കാൻഡ് ഫിഷ് മേടിച്ചു. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച് ടെസ്റ്റ് അടിച്ച് നോക്കിയായിരുന്നു, നല്ല സാധനമാണ്. അപ്പോൾ അത് മേടിച്ചു. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ യാത്രയ്ക്ക് മേടിച്ചേക്കുന്നത്. ഇനി വേറെ എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ചിലപ്പോൾ മേടിക്കും, ചിലപ്പോൾ മേടിക്കാതിരിക്കും, അറിയാൻ പാടില്ല. കണ്ടാൽ മേടിക്കും. ഞങ്ങൾ മൊത്തം നടന്ന് നോക്കി, പക്ഷേ ഇതൊക്കെ കൂടി ചോന്നുകൊണ്ട് പോകണ്ട, അതൊരിപ്പോൾ ടാസ്ക് ആയതുകൊണ്ട് എല്ലാവരും കൂടി കെട്ടി വിളിക്കുന്നില്ല, ഇത്രയും കൊണ്ട് പോകുന്നു. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ 5-6 കിലോമീറ്റർ നടന്നിട്ട് അങ്ങോട്ട് മേടിക്കും. കുറേ സാധനങ്ങളുണ്ട്, ഓപ്ഷൻസ് ഇഷ്ടം പോലെ, പക്ഷെ എടുക്കാനൊരു പേടി, അതുകൊണ്ട് നമ്മളിങ്ങനെ നിൽക്കുന്നു. എനിക്കിതിരി ഉപ്പും കൂടി എടുക്കണം. ഉപ്പിൻ്റെ വില നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോളണ്ടിൽ ഉപ്പിൻ്റെ വില 5 സ്ലോട്ടി. അപ്പം അങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങൾ. കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. പേസ്റ്റ് മേടിക്കണോ? വേണ്ട, എൻ്റെ ഉള്ളത് ചോന്നുകൊണ്ട് ഇത് ആവശ്യമില്ലാത്ത ചിലവ്. ഓൾറെഡി നല്ല ചിലവാണ് അവിടെ പോയിട്ട്. ബിദ്രോങ്കയിൽ നിന്ന് ഇറങ്ങി ലക്ഷറി ആയിട്ട് നമ്മൾ പൊട്ടിച്ചിരിക്കുകയാണ്. സന്തോഷം. നമ്മൾ നല്ല ഹെൽത്തി ഫുഡ് അല്ലെങ്കിൽ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മേടിച്ചുണ്ടാക്കുകയാണെങ്കിൽ പ്രശ്നമില്ല, എത്ര റേറ്റൊന്നും ആവില്ല. പക്ഷേ ഇതൊരു ഗംഭീര പൊട്ടലായിപ്പോയി. കുറേ ക്രീം ബണ്ണും ക്രൊസാൻറ്റും കുറേ ട്യൂണയും ഒക്കെ കൂടി മേടിച്ചപ്പോൾ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോയത് 117 സ്ലോട്ടി. ഒരാഴ്ച സർവൈവ് ചെയ്യണമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം പോയി ചെറുതായിട്ട് പട്ടിണിയായിരുന്നു. ഇത്തവണ നമ്മൾ പരമാവധി കേടാവാത്ത ഫുഡ് കയ്യിൽ നിന്നും ചോന്ന് കൊണ്ടുപോകുന്നതാണ് സേഫ് കളിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതും ഈ കാര്യത്തിൽ, കാരണം തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലിക്ക് പോകണം, നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങണം, അങ്ങനെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ വള്ളറച്ച് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാനുള്ള പരിപാടിക്കൊന്നും നോമില്ല. അങ്ങനെയാണ് നാം പണ്ട് തൊട്ടെ ഫുഡ് കഴിച്ചിട്ടുള്ള കളികളുള്ളൂ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ചീറ്റിപ്പോയി. കാരണം കടയിലേക്ക് പോകണമെങ്കിൽ വലിയ ദൂരം നടക്കണം, പിന്നെ സമയമില്ലായ്മ ഒക്കെ കൂടി കുഴഞ്ഞു പോയതാ. അവൻ ആർക്കാണോ വായ ഗുളിക മേടിക്കാൻ പോണേ. അപ്പോൾ ഇത്ര തന്നെ, ഇത്രയും പൊട്ടി സന്തോഷം, ഇത്രയൊക്കെ ഉള്ളൂ സന്തോഷം. ഇന്നത്തെ ദിവസത്തെ അവസാനത്തെ പരിപാടി വേസ്റ്റ് കളയാൻ. വേസ്റ്റ് കളയാൻ നാം പോവുകയാണ്. ഇവിടെ ഇങ്ങനത്തെ പെട്ടികളുണ്ട്. ഇതിനകത്ത് എല്ലാം കൂടി കലർന്ന വേസ്റ്റ് നമ്മൾ കളയേണ്ടത് കറുത്ത പെട്ടിയിലാണ്, വേറെ ഒന്നിലും ഇടരുത്. ഇപ്പോൾ പ്ലാസ്റ്റിക് മാത്രമാണെങ്കിൽ മഞ്ഞയിൽ, ഇപ്പോൾ കാർഡ്ബോർഡ് അങ്ങനത്തെ മുതലായ ഐറ്റംസൊക്കെ ആണെങ്കിൽ നീലയിൽ, എല്ലാം കുഴഞ്ഞത് എൻ്റെ അമ്മേ ദൈവം കറുപ്പിലിടുക. അടയ്ക്ക. ഞാൻ പെട്ട് ഗൈസ്, ഒന്ന് അടയ്ക്കട്ടെ, ഒരാവശ്യമില്ലായിരുന്നു. യശോദ സബ്സെ ശുദ്ധ മണം. അടച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഗാർബേജ് കളയുന്ന പരിപാടി. നിങ്ങൾ എവിടെ താമസിച്ചാലും കണ്ടോടത്തൊന്നും കൊണ്ടിടരുത്. ഇതേപോലെ എവിടെയാണോ അവിടുത്തെ വേസ്റ്റിൻ്റെ പരിപാടി ഉള്ളത് അവിടെ തന്നെ കൊണ്ടിടാൻ നോക്കാം. പിന്നെ ബിദ്രോങ്കയിൽ പോയി വന്ന് കയറിയപ്പോൾ തന്നെ ഞാനൊന്നെൻ്റെ രൂപം മാറ്റി, ഈ മീശ എടുത്ത് കളഞ്ഞു. എന്തോ പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം മീശ എടുത്ത് കളഞ്ഞു. കുട്ടപ്പനായെങ്കിൽ കുട്ടപ്പനായി എന്ന് പറയൂ. മീശച്ചപ്പേ പ്രായം കൂടിയതുപോലെ. ഞാനിപ്പോഴും 18 അതുകൊണ്ട് തന്നെ മീശ വേണ്ടാന്ന് വെച്ചു. വേസ്റ്റ് കളഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെ ഭാരം കുറഞ്ഞതുപോലെ. അപ്പം ഞാനങ്ങോട്ട് നടക്കാൻ പോയപ്പോൾ പിന്നെയും മനസ്സിനൊരു ചായ്വ്. ചിക്കൻ വെറുതെ എങ്ങനെ വറുത്ത് കഴിക്കുക? അത് ബട്ടർ ചിക്കനാക്കാൻ വലിയ പണിയൊന്നുമില്ലല്ലോ. കുറച്ച് സവാള വെട്ടി നുറുക്കിയിട്ട് കുറച്ച് തക്കാളിയും കൂടി ഒന്ന് വാട്ടി കഴിഞ്ഞ് മിക്സിയിലൊന്ന് അടിച്ച് കുറച്ച് സ്മെത്താന അല്ലെങ്കിൽ ക്രീം, സ്മെത്താന എന്നാണ് പറയുക ഇവിടെ ക്രീമിനേട്ടാ. അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് പിടുത്തം പിടിച്ച ബട്ടർ ചിക്കനായില്ലേ. അപ്പോൾ നമ്മൾ നടന്ന് കടയിൽ പോയി സ്മെത്താന മേടിച്ചു. പിന്നെ ഉപ്പും കഴിഞ്ഞിരിക്കുമായിരുന്നു, കുറച്ച് ഉപ്പും മേടിച്ചു. 11 സ്ലോട്ടി പൊട്ടിച്ചു. ഇനിയിപ്പോൾ പോയിട്ട് അതും കൂടി ഉണ്ടാക്കണം. അതും കൂടി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശനി ഞായറിലേക്കുള്ള ഫുഡിനുള്ള കറി കുശാൽ. സന്തോഷം. അപ്പം അങ്ങനെയാണ് നമ്മുടെ പരിപാടികൾ. കുറേ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭാരവും എല്ലാം കുറയും. അതായത് മുറിയിലെ പണികളൊക്കെ തിന്ന് തീർത്തു. കാരണം ഇനിയിപ്പോൾ എനിക്ക് ദിവസങ്ങളില്ല മുറിയിൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്, മുറി ക്ലീൻ ചെയ്യാനൊന്നും ചെയ്യാനായിട്ട്. കാരണം നാളെ ജോലി ഫുൾ ഡേ ഉണ്ടാവും.
15 മണിക്കൂർ കാണും. ഞാൻ നോക്കിയിട്ടില്ല മെയിലുകൾ, എന്നാലും കാണും. ഞായറാഴ്ച ആയാലും അങ്ങനെ തന്നെ നല്ല രീതിയിൽ മണിക്കൂറുകൾ കാണും. എന്നാലും ഞാൻ എങ്ങനെയും ചാടും അവിടെ നിന്ന്. എന്നിട്ട് റൂമിലെത്തുന്നു, പെട്ടി മുടക്കുന്നു, സ്ഥലം കാലിയാക്കുന്നു ഇൻറ്റേൺഷിപ്പിന്. അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഇന്ന് പരമാവധി മുറിയിൽ ചെയ്ത് കൂട്ടാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാവണം. അപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കണേ. മുണ്ട് മടക്കി കുത്തിയത് ഊർന്ന് പോയി ഇതേ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് കൊടുക്കട്ടെ, എന്നിട്ട് പോട്ടെ. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്. നമുക്ക് വേറെ നല്ല വ്ളോഗിൽ കാണാം. ഗുഡ് ബൈ.